എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമകാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത്. എവിടെയും ഭക്തി നിർഭരമായ കാര്യങ്ങൾ തന്നെ. ദേവാലയങ്ങളിലാണെങ്കിൽ ആളുകൾ തിങ്ങി വരുന്നു. ഒരു കാലത്ത് ദേവാലയങ്ങളിൽ പോകാൻ മടിക്കുകയും ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് മോശപ്പെട്ട ഒന്നാണെന്നും കണക്കാക്കിയിരുന്ന പലരും ഇന്ന് ഭക്തിമാർഗത്തിലേക്ക് തിരിയുകയാണ്. ക്ഷേത്ര കമ്മിറ്റികളിൽ ഭാരവാഹിത്വം വഹിക്കാൻ പലരും മുന്നോട്ട് വരികയാണ്. അതേപോലെ പള്ളി കമ്മിറ്റികളിലും മഹല്ല് കമ്മിറ്റികളിലും എല്ലാം ഇതേപോലെ തന്നെ. ഇത് അവരുടെ പ്രൗഢിയുടെ ഒരു തൂവലായിട്ടാണ് അവരത് കാണുന്നത്. ഒരു കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ പോലും ആരും ചെല്ലുമായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും അങ്ങോട്ട് ചെല്ലുകയാണ്. അതുണ്ടെങ്കിലേ എല്ലാം തികയൂ എന്നൊരു ഭാവം പലരിലും വന്നുകൂടിയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് ഭക്തിയെ മനസ്സിലാക്കി അതിനെ പിന്തുടരുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അത് നല്ല കാര്യം തന്നെ, ഭക്തി ഇങ്ങനെ കൂടിക്കൂടി വന്നോട്ടെ. പക്ഷേ അത് അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും വഴുതിപ്പോകുന്ന പലതും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. പിന്നീട് അതൊരു ആചാരമായി വരികയും ജനങ്ങൾക്ക് ഭക്തിയോട് ക്രമേണ ആത്മാർത്ഥത കുറഞ്ഞു വരികയാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഞാൻ ഉദാഹരണത്തിന് ഒരു വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പറയണമെന്നുള്ളൂ. എല്ലാ മതങ്ങളിലും ഇതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാലാനുസൃതം കടന്നുകൂടിയിട്ടുണ്ട്. ഓരോരുത്തരും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് ഈ ആചാരങ്ങളായിട്ട് തിരികെ കയറ്റുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ ചിലത് ഞാൻ പറയാം. ഒന്ന്, ദേവതകളുടെ പ്രതിമകൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയുന്നു. പ്രത്യേകിച്ച് പൂജാമുറിയിൽ ഒട്ടും വയ്ക്കരുതെന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ അത് കുറഞ്ഞു വന്നിരിക്കുകയാണ്. അത് ഭയങ്കര തെറ്റാണ്. അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ പാടുള്ളൂ. അത് ക്ഷേത്രങ്ങളിൽ വെച്ച് അതുപോലുള്ള രീതികൾ ചെയ്യണം. ആ സംഗതി അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത് പൂജാരികളും അതുപോലെ തന്നെ ആരാധന ചെയ്യുന്ന ആൾക്കാരുമാണത് അധികം പ്രചരിപ്പിച്ചു വന്നത്. അതെന്താ ഉദ്ദേശം എന്ന് അറിയില്ല. എന്നാൽ ആ വിഗ്രഹത്തിലെ ഊർജത്തിലേക്ക് ദേവചൈതന്യത്തെ കയറ്റി കൂടുതൽ ശക്തി ആർജിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ. നമ്മളത് വച്ചിട്ട് പൂജാമുറി വെച്ചാൽ കുറച്ചും കൂടി പവർ കൂടും. അതായത് കർപ്പൂരം, ചന്ദനത്തിരി, വിളക്ക്, പുഷ്പം ഇതൊക്കെ വയ്ക്കുമ്പോൾ അതിന് ഊർജം കൂടി വരും. അതിലേക്ക് വരുന്ന ചൈതന്യമാണ്. അത് ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു. ഈശ്വരീയമായിട്ടുള്ള ആ ചൈതന്യത്തിൽ നിന്ന് പ്രസരിക്കുന്ന രശ്മികളാണ് നമ്മൾ ഇതിലേക്ക് കാണുന്നത്. ഈ വിഗ്രഹങ്ങളിലും നമ്മൾ ഫോട്ടോകളും എല്ലാം ഞാൻ പറഞ്ഞ് പോസിറ്റീവ് എനർജി ആയിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. അതിപ്പോൾ കുറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാഭാരതം കുടുംബങ്ങളിൽ വയ്ക്കാൻ പാടില്ല. എത്രയോ വലിയ വിഡ്ഢിത്തരമാണത്. മഹാഭാരതം വച്ചു കഴിഞ്ഞാൽ അവിടെ കലഹങ്ങൾ ഭയങ്കരമായിട്ടുണ്ടാവുന്നതാണ്. അത് മഹാഭാരതത്തെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാത്തവർ പറഞ്ഞു വരുന്നതാണ്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് രണ്ട് കുടുംബങ്ങളുടെ കലഹമാണ്. വാസ്തവത്തിൽ അതല്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ ഒരു കടലാണ്. അതിലില്ലാത്ത സംഗതികളില്ല. സൂര്യന് താഴെയുള്ള എല്ലാം അതിനുണ്ട്. വേദാന്തം, അതേപോലെ തന്നെ പുരാണങ്ങൾ, ഗീത, ശാസ്ത്രങ്ങൾ, ശാസ്ത്രീയ വശങ്ങൾ, മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ, കഥകൾ, ഉപകഥകൾ, അങ്ങനെ ഒരുപാട്
ഒരു പടലമായിട്ട് അങ്ങനെ പോവുകയാണ്, പടർന്ന് പിടിച്ച് പോവുകയാണ്. അതാണ് മഹാഭാരതം. അപ്പോൾ അത് വെച്ചുകൊണ്ട് കൂടുതൽ നമുക്ക് ഇതുണ്ടാവുകയും ചെയ്തു. ഒന്നത്. പിന്നെ രണ്ടാമത്തെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർജ്ജ പ്രസരിപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജിയാണ്. പ്രത്യേക അക്ഷരങ്ങൾക്കൊക്കെ പ്രത്യേക ശക്തി കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു, അത് ഏത് ഭാഷയിലായാലും, ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും തമിഴായാലും ചൈനീസ് ഭാഷയായാലും അറബി ആയാലും ഫ്രഞ്ചായാലും ഏത് ഭാഷയിലായാലും അക്ഷരങ്ങൾക്ക് ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിൽ നിന്ന് നമുക്കത് ചില അക്ഷരങ്ങൾക്ക് ഊർജ്ജം കൂടും. ആ അക്ഷരത്തിൽ നിന്നുള്ള പ്രസരിപ്പാണ് നമുക്കതുകൊണ്ട് കിട്ടുന്നത്. പിന്നെ വേറൊന്ന് പറയുന്നത്, പാർത്ഥസാരഥിയുടെ ചിത്രം വീടുകളിൽ വയ്ക്കരുത്. അതവർ പറയുന്നത് അത് യുദ്ധത്തിന് പോവുകയാണ്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു യുദ്ധമാണ്. നമ്മൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ നമ്മുടെ മനസ്സിനെ മനനം ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങലാണ്. അത് നമ്മളങ്ങനെ ഒരു പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ തട്ടി നീക്കാനുള്ളൊരു പ്രചോദനം നമുക്കില്ലെങ്കിൽ നമ്മൾ പിന്നോട്ടേ പോകുള്ളൂ. ആരും മുന്നോട്ട് പോയില്ല, മനുഷ്യൻ ചന്ദ്രനിലെത്തില്ല, അതൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രതിബന്ധങ്ങളെ തട്ടി നീക്കുന്ന ഒന്നാണ്. യുദ്ധം എന്ന് പറഞ്ഞൊരു പ്രതിബന്ധമാണ് ഇവിടെ, അത് കണക്കാക്കിയാൽ മതി. അതിനെ അതിജീവിക്കാനുള്ളൊരു ഊർജം, കരുത്ത് നമുക്ക് പുല്ലാങ്കുഴലൂതുന്ന ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വയ്ക്കരുത്. ഇതൊക്കെ ആര് പടച്ചു വിട്ടു എന്നാണ് പറഞ്ഞത്. അതായത് അവരതിൻ്റെ ന്യായീകരണം കാണുന്നതെന്ന് വെച്ചാൽ പുല്ലാങ്കുഴൽ ഊതിക്കളയാണ് അത്ര, ഈ ഐശ്വര്യത്തെ ഊതിക്കളയാണ്. അത് പറഞ്ഞു പരത്തുന്ന പമ്പര വിഡ്ഢികളാണ്. കാരണം ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പുല്ലാങ്കുഴലും വനമാലയൊക്കെ. ഇത് എങ്ങനെ വന്നു എന്ന് പറയാം. ഇവർ കുട്ടികളായിരുന്നപ്പോൾ കാലി മേയ്ക്കാൻ പോകുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു. അവിടെ കാട്ടിലവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് അവർ വൈകുന്നേരം രാവിലെ പോകും, ഭക്ഷണമൊക്കെ കൊണ്ടുപോകും, പശുവിൻ്റെ പാല് കറന്ന് കുടിക്കും, പഴങ്ങളും ഒക്കെ പറിച്ച് തിന്നും. അപ്പോൾ അവർ അവിടെ നിന്ന് കളിക്കലും സംഗീതങ്ങൾ, പാട്ടുകളും ശ്ലോകങ്ങളൊക്കെ പാടലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയിലൊക്കെ തട്ടിക്കൊണ്ട് കോലുകൊണ്ട് തട്ടി താളം പിടിക്കും. അതേപോലെ തന്നെ ഓട വെട്ടിയിട്ട് തുളകളിട്ടിട്ട് ഊതി മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ച് അത് ഗാനമാധുരിയായിട്ടവർ ഇതെടുക്കും. അതേപോലെ തന്നെ കാട്ടുപൂക്കൾ, പല ജാതി പൂക്കൾ കൊണ്ടുവന്നിട്ട് മാല, നാരോ വള്ളികളൊക്കെ കൂട്ടി വച്ച് കെട്ടി മാല കഴുത്തിലണിയും. അതേപോലെ തന്നെ മയിൽപ്പീലി എടുത്ത് ഈ ഇലകൾ കൊണ്ട് കൂട്ടി കെട്ടി കിരീടം ഉണ്ടാക്കി അതിൽ മയിൽപ്പീലി കുത്തും. ഇതൊക്കെ അവർ കളിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ്. രാജാവും പ്രജകളൊക്കെ ആയിട്ട് അവർ കളിക്കും. അപ്പോൾ കിരീടം വേണം, അപ്പോൾ മയിൽപ്പീലി കുത്തി വയ്ക്കും. അതേപോലെ തന്നെയുള്ള ഇതാണ്, പാട്ടുകൾ പാടും. അപ്പോൾ ഈ വനമാല അങ്ങനെ വന്നാണ് നമ്മൾ ഇന്ന് ദേവാലയങ്ങളിലൊക്കെ കാണുന്ന മാല. അത് ഏത് ഇന്നിപ്പോൾ കൃഷ്ണനിൽ നിന്ന് തുടങ്ങിയതാണ്. ഇത് ഏത് വിഗ്രഹത്തിൽ വന്നാലും പുഷ്പഹാരം നമ്മൾ ഉണ്ട്. അത് ഇതിൽ നിന്ന് വന്നിരുന്നതാണ്. നല്ലൊരു എനർജിയാണ് അത് കിട്ടുന്നത്. അതേപോലെ തന്നെ പുല്ലാങ്കുഴൽ ഇതാണ്. അതൊക്കെ കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളാണ്. വളരെ കുട്ടിയായിരുന്നപ്പോൾ വെള്ളം വാരി തിന്നിരുന്നു, എന്തെങ്കിലും തിന്നാൻ വച്ചിരുന്നു, അതൊക്കെ വാരി കഴിച്ചിട്ടുണ്ട്. അത് ആ കുട്ടികളുടെ ചാബല്യമാണ്. അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങൾ മാറി വന്ന് ഒരു കൗമാരപ്രായം എത്തി. അദ്ദേഹം അമ്പാടിയിൽ നിന്നും ദ്വാരകയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം, ഈ ശീലങ്ങളെല്ലാം നിർത്തി. അതുവരേക്ക് അദ്ദേഹത്തിന് ഈ പുല്ലാങ്കുഴലൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ താഴെ വച്ചിട്ടില്ല പുല്ലാങ്കുഴൽ. എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ പുല്ലാങ്കുഴൽ ഉണ്ടായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പോയി കഴിഞ്ഞപ്പോൾ യമുനയിൽ അത് ഒഴുക്കിക്കളഞ്ഞു. പിന്നെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു ഘട്ടം കൊടുക്കും. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം പിന്നെ ആ കുട്ടികൾ തൊട്ടില്ല. പിന്നെ ബാൾ കളിക്കലായി, ക്രിക്കറ്റ് ബാൾ കളിക്കലായി. അതൊരു ഘട്ടം കഴിഞ്ഞാൽ അത് മാറും. പിന്നെ കുറച്ച് വാദ്യോപകരണം, അത് കഴിഞ്ഞാൽ അത് മാറ്റും. അതുപോലെ ദ്വാരകയിലെത്തുമ്പോഴത്തേക്കും കൃഷ്ണൻ പരിപൂർണമായി ഒരു വളർച്ചയെത്തി, ഒരു തത്വചിന്തകനായി. ഈ സംഗതികളൊക്കെ അവിടെ നിലച്ചു. അങ്ങനെയാണ് ശ്രീകൃഷ്ണനിൽ ഈ ഓടക്കുഴൽ, അതേപോലെ വിഗ്രഹത്തിൽ വനമാല ചാർത്തൽ, അതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടത് വനമാലയും ഓടക്കുഴലും ആഹാരം, വെണ്ണ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. ഇന്നിപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഇത്, നമ്മൾ രാമായണം വായിക്കുമ്പോൾ അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്.
സന്ധ്യ നേരത്ത് രാമായണം വായിക്കാൻ പാടില്ല. അതിന് കാരണം പറഞ്ഞാൽ എന്താ, ഈ രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നവരുടെ മുമ്പിലൊന്ന് ഹനുമാനിരിക്കത്ര. ഇരുന്ന് കഴിയുമ്പോൾ എന്താ, ഈ സന്ധ്യ നേരത്ത് ഹനുമാൻ നാമം ചൊല്ലലാണ്. അപ്പോൾ ആ നാമം ചൊല്ലിന് മുടക്ക് വരുമ്പോൾ നമ്മളെ ശപിക്കുന്നു. എന്ത് വലിയ വിഡ്ഢിത്തരമാണ് ഇതൊക്കെ. ഇന്നും ജനങ്ങൾ ബാക്കി എല്ലാ കാര്യത്തിനും നല്ല വിവരമുണ്ട്, ഇതിന് വിവരമില്ല. ഇതൊക്കെ ആരോ പറയുന്നത് വിശ്വസിച്ച് അത് കിടക്കുക, അത് ശരിയാണ് ശരിയാണ് എന്ന്. ഹനുമാൻ വന്നിരിക്കേണ്ടത് നല്ലതല്ലേ അത്. ഹനുമാൻ ആരും ഉപദ്രവിക്കൊന്നുമില്ല. രാമനാമം കേൾക്കുന്നത് ഹനുമാൻ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം രാമൻ്റെ കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ രാമായണം വായിച്ച് അദ്ദേഹം അടുക്ക് വന്നിരുന്ന അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുന്ന ഈ കുട്ടികൾ അവർ പറഞ്ഞാൽ അത് പാടില്ല, അതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ മാറി തേഞ്ഞും മാഞ്ഞും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വേറൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഈ ഇതിൽ പറയാൻ ഞാൻ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, മത്സ്യമാംസം കഴിച്ചിട്ട് ദേവാലയത്തിൽ പോകരുത്. മത്സ്യമാംസം കഴിച്ചിട്ട് പോകേണ്ട ആരും പോവില്ല. അമ്പലത്തിൽ പോകും, ദേവാലയത്തിൽ പോകുന്നപ്പോഴാണ് ഒന്നുകിൽ രാവിലെ ആരെങ്കിലും മത്സ്യമാംസം കഴിക്കാൻ പോവുമോ, അതല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യ നേരത്ത് വീട്ടിൽ നിന്ന് മാംസം ഇതൊക്കെ കഴിച്ചിട്ടാണോ നമ്മൾ അമ്പലത്തിൽ പോണേ? മത്സ്യമാംസം പട്ടെ ആഹാരം കഴിച്ചിട്ട് ആരെങ്കിലും പോവോ? ഇല്ല. അത് നമ്മൾ ഉച്ചയ്ക്കാണ് ഈ മത്സ്യമാംസം കഴിക്കണേ, വൈകുന്നേരമാണ് പോകുന്നത്. ഏത് ഭക്ഷണ സാധനം നമ്മളുടെ ശരീരത്തിനുള്ളിൽപ്പെട്ടാലും ഭക്ഷണമാണെങ്കിൽ 4 മണിക്കൂർ മതി അത് ദഹിക്കാൻ. 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിരിക്കുന്നു? പിന്നെ നമ്മൾ ദേവാലയത്തിൽ പോകണ ദേഹശുദ്ധി വരുത്തിയിട്ടാണ്. ദേഹശുദ്ധി വരുത്താണ്ട് നമ്മൾ ആരും പോവില്ല, ദേവാലയത്തിൽ പോവില്ല. അത് ദേഹശുദ്ധി വരുത്താൻ കുളിക്കാൻ പറ്റിയില്ലെങ്കിലും കയ്യും കാലും മുഖമൊക്കെ കഴുകി ഗുഹ്യഭാഗങ്ങൾ എല്ലാം വൃത്തിയായി കഴുകി ശുചിത്വം വരുത്തിയിട്ടേ നമ്മൾ പോകാറുള്ളൂ. എന്തിനാ ഒരു പൂജാമുറി വിളക്ക് വയ്ക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമില്ല. ഇനി വേറൊന്ന് നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മലം, മൂത്രം, കഫം, രക്തം ഇതിൻ്റെ സമ്മിശ്രമാണ്. ഇത് പേരിക്കൊണ്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാൽ അശുദ്ധിയല്ല, ശരീരത്തിന് പുറത്ത് വന്നാലേ അത് അശുദ്ധിയാവുള്ളൂ. ഇപ്പോൾ ചോര പുറത്ത് വന്നാൽ അത് അശുദ്ധിയാണ്. അതാണ് ദേവാലയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോര കാണുമെന്ന് പറഞ്ഞു. ഈ സ്ത്രീകൾ ഈ ആർത്തവ സമയത്ത് ദേവാലയത്തിൽ പോകാത്ത എന്താ? ബ്ലഡ് വരുന്നതുകൊണ്ടാണ്. അത് 5-6 ദിവസം നീണ്ടു നിൽക്കും. അത് ആ സമയം അവർക്കറിയാം, ആ പീരീഡ് അവർ പോവില്ല. അന്ന് അവിടെ നിന്നല്ല, വീട്ടിൽ തന്നെ വിളക്ക് വയ്ക്കില്ല, അവർ പൂജാമുറിയുടെ അടുത്തേക്ക് പോവില്ല. അതാണ് നിൽക്കുന്നത്. ഇനി അതും വേണ്ട, ദേവാലയത്തിൽ പോയി നമ്മൾ തുപ്പലിൽ അശുദ്ധിയാണത്. മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ അത് അശുദ്ധിയാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒക്കെ അശുദ്ധിയാണ്. നല്ല ജലദോഷം വന്ന് മൂക്ക് ഒലിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിലോ ദേവാലയത്തിൽ പോയിട്ട് തുടച്ച് കളയാൻ പറ്റുമോ? അപ്പോൾ അവന് മരുന്ന് കഴിച്ചിട്ട് അത് നിർത്താം, അതല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ട് പോവുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇത്. അല്ലാണ്ട് വെറുതെ ഇതുകൊണ്ട് പോവാൻ പാടില്ല, ഉച്ചയ്ക്ക് മത്സ്യമാംസം കഴിച്ചു, അന്നത്തെ ദിവസം ഈ പറഞ്ഞ ഒരു പരിപാടിയും ചെയ്യരുത് എന്ന് പറയാം. രാമായണം വായിച്ച് രാമായണം തൊടാൻ പാടില്ല, നാമം ചെല്ലാൻ പാടില്ല, വിളക്ക് വയ്ക്കാൻ പാടില്ല. അതൊക്കെ ശുദ്ധമായ അബദ്ധങ്ങളാണ്, വിഡ്ഢിത്തങ്ങളാണ്. ഈ വിഡ്ഢിത്തങ്ങൾ ഇങ്ങനെ വന്ന് നമ്മൾ പുതിയ രീതിയിലേക്ക് വഴിതെറ്റി പുതിയ അനാചാരങ്ങൾ വന്ന് അതൊരു ആചാരമായിട്ട് മാറ്റരുത്. ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും നമ്മളുടെ ഇതിൽ കടന്നുകൂടിയിട്ട് വന്നതാണ്. മുമ്പില്ലാത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ പറ്റുന്നതൊക്കെ എടുക്കുക, അല്ലാത്തൊക്കെ തള്ളിക്കറിയുക. എല്ലാത്തിനും നമ്മൾ ശാസ്ത്രീയ വശം കാണുക. പിന്നെ എന്ത് കേട്ടാലും നമ്മൾ അതിനെ ആദ്യം പുച്ഛിച്ച് തള്ളണ്ട. നമ്മൾ അതിനെ മനസ്സിലിട്ടെന്ന് മനനം ചെയ്ത് നോക്കുന്നത് ശരിയാണോ അതിൻ്റെ ശാസ്ത്രീയപരം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അറിവുള്ളവരോട് ചോദിക്കുക. അങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ നമുക്ക് പറഞ്ഞ് തരും. അപ്പോൾ നമ്മൾ അവരുടെ ഇതും നമ്മളിതിൻ്റെയും നമ്മളെ പൂർവികന്മാർ ചെയ്തു വന്നിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കും. ഞാനിപ്പോൾ പറഞ്ഞ ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, ഒന്ന് കിള്ളി നോക്കിയാൽ എല്ലാ സമുദായത്തിലും ഉണ്ട് ഇത്. ഏതായാലും ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്തേ.